കുഞ്ഞുങ്ങളെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഓമനയുടെ ഓണം എന്ന കവിതയാണ്. ഏറ്റുമാനൂർ സോമദാസിൻ്റെ ഓമനയുടെ ഓണം എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഓണമെത്തുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സന്തോഷവും പ്രതീക്ഷകളുമാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. കവിത വായിക്കുന്നതിന് മുന്നോടിയായി നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റുമാനൂർ സോമദാസൻ 1936 മെയ് 16 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു. അധ്യാപകനായിരുന്നു. ഏഴരപ്പൊന്നാന, കർക്കിടകം, ഇലപൊഴിയും കാലം, രാമരാജ്യം കവിതകൾ, കാക്കയും ഉറുമ്പും കഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. 2011 അദ്ദേഹം അന്തരിച്ചു. ഓണക്കാലം നാടെങ്ങും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവകാലമാണ്. ഓണക്കാലത്ത് ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് ഏറ്റുമാനൂർ സോമദാസിൻ്റെ ഓമനയുടെ ഓണം എന്ന കവിത. നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. ഓമനയുടെ ഓണം. മഞ്ഞക്കോടിയുമായെന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ, മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം, മഞ്ഞപ്പുടവയുടുക്കുമ്പോഴെ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയുമഴകില്ല, മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയുമിതിനോട് പറ്റില്ല, മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിരുൾ ഉരുളയുരുട്ടിത്തരുമച്ചൻ, കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മുമ്മ, ഓണസദ്യ തോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ, പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാനോർമ്മയിൽ വെക്കേണം, തൊട്ടാവാടിത്തൊടിയിൽ കിളിയാന്തട്ടുകളിച്ചു തകർക്കേണം, ശർക്കര മാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞുകിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം, ശർക്കര മാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞുകിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം. കുഞ്ഞുങ്ങളെ, നമ്മൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത്? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓണം ആഘോഷിച്ചത്? ഓണക്കോടിയുടുത്തും ഓണത്തിന് അത്തപ്പൂക്കളമിട്ടും ഓണസദ്യയുണ്ടും ഓണപ്പാട്ടുകൾ പാടിയും ഓണക്കളികൾ കളിച്ചും നിങ്ങൾ ഓണം ആഘോഷിച്ചു. അങ്ങനെയല്ലേ? നിങ്ങൾ ഓണം ആഘോഷിച്ചതുപോലെ ഓമന എന്ന പെൺകുട്ടിയും ഓണം ആഘോഷിച്ചതിനെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ ഈ കവിതയിൽ. എന്തൊക്കെയാണ് ഓമന പറയുന്നത്? മഞ്ഞക്കോടിയുമായെന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൻ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ, മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. ഓണത്തിന് തൻ്റെ മഞ്ഞ ഉടുപ്പുമായി അച്ഛൻ വീട്ടിലേക്ക് വരുന്നതാണ് ഓമനയുടെ ഏറ്റവും വലിയ സന്തോഷം. കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്ത് വെളിച്ചം കാവടിയേന്തി എത്തുന്നത് പോലെയാണ് ഓമനയുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ മനസ്സ്.
ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പെൺകുട്ടി. മുറ്റം ചെത്തിയൊതുക്കണം, പൂക്കളമിടണം, ചാണകം മെഴുകിയ തറയിൽ ഓണത്തപ്പനെ ഒത്ത നടുക്കായി പ്രതിഷ്ഠിക്കണം. ഇതെല്ലാം അവളുടെ ആഗ്രഹങ്ങളാണ്. മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയും അഴകില്ല. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോടു പറ്റില്ല. വീണ്ടും അവളുടെ മനസ്സ് സ്വപ്നച്ചിറകിലേറുകയാണ്. മഞ്ഞ നിറത്തിലുള്ള ഓണപ്പുടവ ഉടുക്കുമ്പോൾ തൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയില്ല എന്നും തങ്കച്ചിറകുള്ള തുമ്പികൾക്കു പോലും ഇത്രയും ഭംഗിയുണ്ടാകില്ല എന്നും ഓമന ഓർക്കുകയാണ്. പൊൻനിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റിയും, മുക്കുറ്റിപ്പൂവിൻ്റെ നിറമെന്താണ്? മഞ്ഞ നിറം. പൊൻനിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പിപ്പൂവാകുന്ന ഓണക്കോടി ചാർത്തി നിൽക്കുന്ന പ്രകൃതിയുമൊന്നും തൻ്റെ സൗന്ദര്യത്തിനൊപ്പം എത്തുകയില്ല എന്നും അവൾ ഓർത്തു. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ, കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ. ഓണസദ്യ തോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. അച്ഛൻ മടിയിലിരുത്തി ഊട്ടുന്നതും അമ്മൂമ്മ കലവറയിൽ കായ വറുത്തത് കരുതി വയ്ക്കുന്നതും ഓമനെ കൊതിപ്പിക്കുന്ന ആഗ്രഹങ്ങളാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യയെക്കുറിച്ച് പറയാനുമില്ല. മാവിൻ ചില്ലയിൽ മാമൻ കെട്ടിക്കൊടുക്കുന്ന ഊഞ്ഞാലാടുമ്പോൾ മുമ്പ് പഠിച്ച പാട്ടുകൾ പാടുന്നതിനു വേണ്ടി അവയെല്ലാം ഓമന ഓർത്തെടുക്കുകയാണ്. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാനോർമ്മയിൽ വെക്കേണം, തൊട്ടാവാടിത്തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കേണം, ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം. മാവിൻ ചില്ലയിൽ മാമൻ കെട്ടിക്കൊടുക്കുന്ന ഊഞ്ഞാലാടുമ്പോൾ മുമ്പ് പഠിച്ച പാട്ടുകൾ പാടുന്നതിനു വേണ്ടി അവയെല്ലാം ഓമന ഓർത്തെടുക്കുകയാണ്. തൊടിയിൽ കിളിത്തട്ടു കളിക്കുന്ന കാര്യവും മാവിൻ ചുവട്ടിലൊരുക്കുന്ന പച്ചില മെത്തയിൽ കിടന്നു മുത്തശ്ശി പറയുന്ന കഥ കേൾക്കുന്നതും ഓമന സ്വപ്നം കാണുകയാണ്. ഇനി നമുക്ക് കവിതയിലെ പുതിയ പദങ്ങൾ പരിചയപ്പെടാം. പുതിയ പദങ്ങൾ: കരിമുകിൽ, കറുത്ത മേഘം, വിണ്ണ്, ആകാശം. ഓണത്തപ്പൻ, വാമനൻ. ഓണത്തപ്പൻ്റെ മറ്റൊരു പേരാണ് വാമനൻ. നടുക്ക്, മധ്യത്ത്. മെഴുകുക, തേയ്ക്കുക. തങ്കച്ചിറക്, തങ്കം പോലെയുള്ള ചിറക്. വിരുത്തി, വിടർത്തി. അഴക്, സൗന്ദര്യം. പറ്റില്ല, ചേരുകയില്ല. കലവറ, ഭക്ഷണ സാധനങ്ങളും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലം. കലവറ ഭക്ഷണ സാധനങ്ങളും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലം. കിളിയാന്തട്ട്, കിളിത്തട്ട്. ചോട്ടിൽ, ചുവട്ടിൽ. ഇനി പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 44 തന്നിരിക്കുന്ന പാഠപുസ്തക പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കാൻ പോകുന്നത്. കണ്ടെത്താം. ഓണം വന്നാൽ എന്തൊക്കെ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത്? ഓണം വന്നാൽ എന്തൊക്കെ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത്? മുറ്റം ചെത്തി വൃത്തിയാക്കണം, പുതിയ പൂക്കളം എഴുതണം, പൂക്കളത്തിൻ്റെ മധ്യത്ത് ചാണകം മെഴുകി അതിൽ ഓണത്തപ്പനെ ഇരുത്തണം. ഇതൊക്കെയാണ് ഓണം വന്നാൽ ഓമന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഓണക്കോടി ഉടുത്താൽ താൻ എത്രത്തോളം ഭംഗിയുള്ളവളാകുമെന്നാണ് ഓമന കരുതുന്നത്? ഓണക്കോടി ഉടുത്താൽ താൻ എത്രത്തോളം ഭംഗിയുള്ളവളാകുമെന്നാണ് ഓമന കരുതുന്നത്? ഓണക്കോടിയായി കിട്ടുന്ന മഞ്ഞപ്പുടവയുടുത്ത്
നിൽക്കുമ്പോൾ തങ്കച്ചിറക് വിടർത്തി വരുന്ന തുമ്പിയേക്കാളും അഴക് തനിക്കുണ്ടാകുമെന്നാണ് ഓമന കരുതുന്നത്. ഓണക്കോടിയായി കിട്ടുന്ന മഞ്ഞ പുടവയുടുത്ത് നിൽക്കുമ്പോൾ തങ്കച്ചിറക് വിടർത്തി വരുന്ന തുമ്പിയേക്കാളും അഴക് തനിക്കുണ്ടാകുമെന്നാണ് ഓമന കരുതുന്നത്. മൂന്നാമത്തെ ചോദ്യം, അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയെല്ലാമാണ് പ്രകടിപ്പിക്കുന്നത്? അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയെല്ലാമാണ് പ്രകടിപ്പിക്കുന്നത്? അച്ഛൻ ഓമനയെ മടിയിലിരുത്തി അവളുടെ കുഞ്ഞിക്കൈകളിൽ ഉരുള ഉരുട്ടി കൊടുക്കും. അമ്മാവനോ? അമ്മാവൻ കിളിമാവിൻ കൊമ്പത്ത് ഓമനയ്ക്ക് ആടിപ്പാടാൻ നല്ല ഊഞ്ഞാലും ഇട്ടുകൊടുക്കും. അച്ഛൻ ഓമനയെ മടിയിലിരുത്തി അവളുടെ കുഞ്ഞിക്കൈകളിൽ ഉരുള ഉരുട്ടിക്കൊടുക്കും. അമ്മാവൻ കിളിമാവിൻ കൊമ്പത്ത് ഓമനയ്ക്ക് ആടിപ്പാടാൻ നല്ല ഊഞ്ഞാലും ഇട്ടുകൊടുക്കും. പറയാം, എഴുതാം. ഓണസദ്യ തോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. നാവിൽ കൊതിയുടെ പെരുവെള്ളം ഉണ്ടാക്കുന്ന ഓണവിഭവങ്ങൾ എന്തൊക്കെയാവാം? എന്തൊക്കെയാണ് നാം ഓണസദ്യയിൽ ഉൾപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് പറയാമോ? അതെ, പരിപ്പ്, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, തോരൻ, ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, പച്ചടി, കിച്ചടി, കാളൻ, ഓലൻ, ഉപ്പേരി, പായസം, പഴം, ശർക്കര വരട്ടിയത് എന്നിവയൊക്കെയാണ് നാവിൽ കൊതിയുടെ പെരുവെള്ളമുണ്ടാക്കുന്ന ഓണവിഭവങ്ങൾ. ഈ വിഭവങ്ങളെല്ലാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓണസദ്യയിൽ കഴിച്ചില്ലേ? അടുത്ത പ്രവർത്തനം പദങ്ങൾ പദങ്ങൾ. ഓണം ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതാം. ഇവിടെ പാഠപുസ്തകത്തിൽ 2 പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഓണക്കോടി, ഓണസദ്യ. ഓണം ചേർന്ന് വരുന്ന മറ്റു പദങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. നിങ്ങൾക്കായുള്ള അടുത്ത പ്രവർത്തനം പാടി രസിക്കാം. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം. ഏതൊക്കെ ഓണപ്പാട്ടുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ഏത് പാട്ടാണ്? പറയാമോ? മാവേലി നാടുവാണിയിടും കാലം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും. വളരെ പ്രസിദ്ധമായ ഒരു ഓണപ്പാട്ടാണിത്. ഇതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള ഓണത്തെക്കുറിച്ചുള്ള കവിതകളും പാട്ടുകളും നിങ്ങളുടെ എൻ്റെ കവിതാ പുസ്തകത്തിൽ ഓണത്തെക്കുറിച്ചുള്ള മറ്റൊരു ഗാനം. പൂവായ പൂവെല്ലാം പിള്ളേരറുത്തു, പൂവാങ്കുറുന്തില ഞാനുമറുത്തു, പിള്ളേരുടെ പൂവെല്ലാം കത്തിക്കരിഞ്ഞു, എന്നുടെ പൂവെല്ലാം മിന്നിത്തെളിഞ്ഞു, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. പൂവായ പൂവെല്ലാം പിള്ളേരറുത്തു, പൂവാങ്കുറുന്നില ഞാനുമറുത്തു, പിള്ളേരുടെ പൂവെല്ലാം കത്തിക്കരിഞ്ഞു, എന്നുടെ പൂവെല്ലാം മിന്നിത്തെളിഞ്ഞു, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. അടുത്ത ഒരു ഓണപ്പാട്ട്. അങ്ങേക്കര ഇങ്ങേക്കര കണ്ണാന്തളി മുറ്റത്തോരാലുമുളച്ചു, ആലിൻ്റെ കൊമ്പത്തൊരുണ്ണി പിറന്നു, ഉണ്ണിക്കു കൊട്ടാനും ഉണ്ണിക്ക് പാടാനും തുടിയും തുടിക്കോലും പറയും പറക്കോലും, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഓണത്തെക്കുറിച്ചുള്ള കൂടുതൽ ഗാനങ്ങളും കവിതകളും നിങ്ങളുടെ കവിതാ പുസ്തകത്തിൽ എഴുതി ചേർക്കുക. കുഞ്ഞുങ്ങളെ, ഓമനയുടെ ഓണം എന്ന കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓമനയുടെ ഓണം എന്ന കവിത നന്നായി വായിക്കുക. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക. ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത മലയാളം ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.